സംസ്ഥാനത്തെ യു.പി. വിഭാഗം കുട്ടികളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു.പി. സ്കൂൾ പഴമ നിലനിർത്തി നോട്ടീസ് ബോർഡ് സ്ഥാപിച്ചാണ് റിസൾട്ട് പ്രഖ്യാപനം നടത്തിയത്. റിസൾട്ട് പ്രഖ്യാപനം കുട്ടികൾക്കേറെ പുതുമയും ഒപ്പം കൗതുകവുമായി. ഇത്തവണ മുതൽ കർശന നിയന്ത്രണത്തിലാണ് യു.പി. ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മികച്ച പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതും. ഇതിന്റെ ഭാഗമായി യു.പി. വിഭാഗം കുട്ടികളുടെ റിസൾട്ട് പ്രഖ്യാപനമായിരുന്നു ഇന്ന്. ഇന്റർനെറ്റ്, നവമാധ്യമം തുടങ്ങിയവ സജീവമാകുന്നതിന് മുൻപേ കുട്ടികൾ അവരവരുടെ റിസൾട്ട് അറിയണമെങ്കിൽ സ്കൂളിൽ ചെന്ന് അധ്യാപകർ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചിരിക്കുന്ന റിസൾട്ട് പ്രഖ്യാപനം കണ്ടാണ് തങ്ങൾ ജയിച്ചോ തോറ്റോ എന്ന് അറിയുന്നത്. വീണ്ടും കുട്ടികൾക്ക് ഒരു ഒത്തുകൂടലിനും കൂടി വേദി ഒരുക്കിയാണ് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു.പി. സ്കൂൾ പഴമ നിലനിർത്തി കുട്ടികളുടെ റിസൾട്ട് പ്രഖ്യാപനം സ്കൂൾ നോട്ടീസ് ബോർഡിൽ നടത്തിയത്. സ്കൂളിൽ വന്നു, റിസൾട്ട് കണ്ടു, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. ஸ்கூல் லீவ்ல வெக்கேஷன் டைம்ல ஃப்ரெண்ட்ஸ் எல்லாம் பார்க்க முடியாம ரொம்ப கஷ்டமா இருந்துச்சு. இப்ப ஸ்கூலுக்கு வந்து எல்லாரையும் பார்த்து ரிசல்ட் எல்லாம் போட்டிருந்தாங்க. அதுல எல்லாருமே நாங்க பாஸ் ஆயிருக்கோம். அதுல எங்களுக்கு ரொம்ப சந்தோஷமா இருக்கு. ஸ்கூலுக்கு வந்து நான் படிச்சேன், நல்லா படிச்சு பாஸ் ஆனேன். ரிசல்ட்டை பார்த்து எனக்கு ரொம்ப சந்தோஷம். മെയ് 2-ാം തീയതിയാണ് എല്ലാ വർഷവും യു.പി. കുട്ടികളുടെ റിസൾട്ട് പ്രഖ്യാപനം നടത്തുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പഴമ നിലനിർത്തിയുള്ള റിസൾട്ട് പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു.പി. സ്കൂളിൽ നടത്തിവരുന്നത്. പ്രധാന അധ്യാപകൻ എസ്.ടി. രാജ്, മറ്റ് അധ്യാപകർ എന്നിവരുടെ കഠിന പ്രയത്നത്താൽ സ്കൂൾ ഇന്ന് സംസ്ഥാനത്ത് തന്നെ ഒന്നാമത് എത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ മറ്റുള്ള പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്നും കുട്ടികളെ കൂടുതലായി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു.പി. സ്കൂളിലേക്ക് രക്ഷിതാക്കൾ മാറ്റി ചേർക്കുന്നുമുണ്ട്. സ്കൂളിന്റെ പ്രവർത്തനവും പഠന നിലവാരവും മറ്റുള്ള മുഴുവൻ സ്കൂളുകൾക്കും ഇതിനോടകം തന്നെ മാതൃകയാകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.